വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ, ഒരു കുട്ടി വ്ളോഗ്. ആക്ച്വലി ഇന്ന് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ്. ഇതേണ്ടേ ഹെലമോള് റെഡിയായി വന്നു, ഹെയ്ഡാപ്പ് റെഡിയായി വന്നു, ഇതേണ്ടേ ഇച്ചുവും ഹേവലൂട്ടനും റെഡിയായി വന്നു. ഞങ്ങൾ ലിഫ്റ്റിലാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഉണ്ടല്ലോ ഇന്ന് ഇച്ചുവിന് ഓഫാണ്. അപ്പം ഞങ്ങൾ പിള്ളേർക്ക് വെക്കേഷൻസ് ആണിപ്പം, പക്ഷേ ഈ മാസം അവസാനം കൊണ്ട് ക്ലാസ് തുടങ്ങും കേട്ടോ. അപ്പം നമ്മൾ കുട്ടികളെ കൊണ്ട് എന്താ പറയുന്നത്, ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാണ്. മോർണിംഗ് ജസ്റ്റ് മോൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ വാങ്ങണം. അതിന് ശേഷം അതുവഴി പോയിട്ട് അവരെ കൊണ്ടൊന്ന് പ്ലേ ഏരിയയിൽ പോകണം. അപ്പം ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ എന്താ പറയുന്നത്, കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ ഞാൻ ഇതിനകത്ത് ഇടുള്ളൂ, ഒരുപാടൊന്നും ഇടൂല. ദെൻ അവിടെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോകും. അതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം വൈകുന്നേരം ഇവരെയും കൊണ്ട് വീണ്ടും ഒരു ബോട്ടിങ്ങിന് പോകണം എന്നുള്ളതാണ് പ്ലാൻ. സോ നമ്മുടെ വീഡിയോ എൻഡപ്പ് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് പോയിട്ട് വരാം. സീ യു. ഞങ്ങളിതാ നടന്ന് പോവാണ് കേട്ടോ. ഹാവ്, അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇന്ന് അധികം ചൂടൊന്നുമില്ല കേട്ടോ, പക്ഷെ വെയിലുണ്ട്. ഇച്ചുവിന് ഒരേ നിർബന്ധം, ഞാനിന്ന് ഡ്രൈവ് ചെയ്യണമെന്ന്. ഓക്കെ, ആഗ്രഹം സാധിച്ചു കൊടുത്തേക്കാം, ഞാൻ ഡ്രൈവ് ചെയ്യാം. അങ്ങനെ ആദ്യം ഞങ്ങൾ പോയത് യൂണിഫോം മേടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹെയ്ഡിന് ഒരു യൂണിഫോം മേടിച്ചിട്ട് നോക്കുന്നതാണ് കാണുന്നത്. ഹെയ്ഡിൻ്റെ യൂണിഫോം ഒക്കെ ചെറുതായി പോയായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ യൂണിഫോം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഹെലമോക്ക് ഒരു ജാക്കറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളൊരു ജാക്കറ്റ് നമ്മൾ വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ ഇട്ട് നോക്കി. അങ്ങനെ അതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് മെല്ലെ ലുലുവിലേക്ക് നീങ്ങുന്നതാണ് കേട്ടോ കാണുന്നത്. യൂണിഫോം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ലുലുവിലോട്ട് പോകണം കേട്ടോ, പ്ലേ ഏരിയ. അപ്പോൾ നമുക്ക് പ്ലേ ഏരിയ എത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ലുലുവിനകത്ത് എത്തിയതിൻ്റെ മുടിയുള്ളവിടെ അതുവഴി കയറിയപ്പോൾ പാറി പറഞ്ഞു. എവിടെ ലിഫ്റ്റ് ഞെക്കിക്കേ, ലിഫ്റ്റ് ഞെക്കിതാ ഞെക്ക. അങ്ങനെ ഹെല മോള് ഞെക്കി ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഏതാ ഞങ്ങളുടെ ലിഫ്റ്റ് എത്തി. ഞങ്ങൾ പ്ലേ ഏരിയയിലോട്ട് പോവാണ് കേട്ടോ. ഓക്കെ, ഗുഡ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതേണ്ടേ ആദ്യം വിചാരിച്ചു ഈ കാർ ഓടിക്കുന്ന ഏരിയയിലേക്ക് പോയി കാർ ഓടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അവിടെ കാലിയായിരുന്നു കേട്ടോ. ആക്ച്വലി ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ദിറംസിൻ്റെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയി അത് ഇവരെ കളിപ്പിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ഹേവലൂട്ടിനും പുറത്ത് വെയിറ്റ് ചെയ്തു. ഹെയ്ഡാപ്പി ആദ്യത്തെ റൗണ്ട് കയറിപ്പോയി. നമ്മുടെ കാർ സ്ക്രാച്ച് ആയതുകൊണ്ട് അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചു അങ്ങോട്ട് പോയേക്കായിരുന്നു. അപ്പം ഹെലമോളെ തന്നെ ഇതിലേക്ക് കയറ്റി വിടാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഹെലമോൾ വേറെടുത്ത് വെയിറ്റ് ചെയ്തു. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഹെയ്ഡാപ്പി മാത്രം ഡ്രൈവ് ചെയ്തിട്ട് വന്നു. അങ്ങനെ ഇതാ ഇച്ചു കാർഡ് എടുത്തിട്ട് വന്നു. അങ്ങനെ ആദ്യത്തെ ഒരു റൗണ്ട് ഹെയ്ഡാപ്പി തന്നെയാണ് കേട്ടോ ഡ്രൈവ് ചെയ്തത്. അതിൻ്റെ കൂടുതൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതേണ്ടേ ഇവിടുത്തെ ആ ചെറുക്കൻ കൊച്ചാണ് കേട്ടോ. അവൻ ആ വണ്ടികളൊക്കെ മാറ്റിയിടുന്നതാണ് കാണുന്നത്. അങ്ങനെ ഇച്ചു ഇതേണ്ട കാർഡും കൊണ്ട് വന്നു. അങ്ങനെ അവരും പഞ്ച് ചെയ്ത് അകത്ത് കയറാൻ തുടങ്ങും. അപ്പോൾ ഹെലമോൾ ആകെ വിഷമിച്ച് ഇങ്ങനെ മാറിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇച്ചു ഇതേണ്ട അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് കാണുന്നത്. ഇതേണ്ട അവിടെ എത്തിക്കഴിഞ്ഞുകൊണ്ട് ഹെലമോൾ ഓടിപ്പോയി ഒരു പിങ്ക് വണ്ടി പിടിച്ചു കേട്ടോ. അവളുടെ ഫേവറേറ്റ് കളർ പിങ്ക് ആണ്. സോ അവൾ പറഞ്ഞു അവൾക്ക് പിങ്ക് വണ്ടി മതി എന്ന് പറഞ്ഞിട്ട് അവളും ഇച്ചും കൂടെ തന്നെ ഒരു പിങ്ക് വണ്ടി ഓടിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ പരസ്പരം ഇടിക്കാതൊക്കെ രണ്ടുപേരും നല്ലതുപോലെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ രണ്ടുപേരും ഡ്രൈവ് ചെയ്തു. ഹെലമോൾ ആണെങ്കിലും ഫുൾ എൻജോയ് ചെയ്തു. ഹെയ്ഡാപ്പി ആണെങ്കിലും ഫുൾ ഡേ എൻജോയ് ചെയ്തു. അങ്ങനെ ഒരു ദിവസം അവധി കിട്ടിയതൊക്കെ നമ്മളങ്ങ് ഫുൾ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ നമ്മളിങ്ങനെ ഇവരെ കൊണ്ട് പ്ലേ ഏരിയ ഒക്കെ പോയത്. അങ്ങനെ ഫുൾ ഡേ നമ്മളൊന്ന് പുറത്താണ് കേട്ടോ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ഇതേണ്ട ഈ ഒരു ഗെയിമൊക്കെ കഴിഞ്ഞു. ഇതേണ്ട ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇവർ തിരിച്ചു വരുന്നത് കാണാം.
ഏരിയയിൽ നിന്നൊക്കെ ഇറങ്ങി പിള്ളേർക്ക് ഒരു ഡോണറ്റ്സ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ലുലുവിൻ്റെ ഡോണറ്റ്സിൻ്റെ ഏരിയയിലേക്ക് പോയതാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡോണറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ലഞ്ച് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഒരു നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റിൽ കയറി. ഞാൻ ചട്ടിച്ചോറാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇതാണ് കേട്ടോ ചട്ടിച്ചോറ്. എൻ്റെ ഇച്ചുവാണെങ്കിൽ വാഴയിലയിൽ അടിപൊളി ഊണാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഹെലമോളും ഒരു ഇലയൊക്കെ ഇട്ടിരുന്നു. കാരണം വെച്ചാൽ അവൾക്കും സെപ്പറേറ്റ് ഇല വേണം, അതിനകത്ത് കഴിക്കാൻ വേണമെന്നൊക്കെ പറഞ്ഞ കാരണം അവളും ഒരു ഇലയൊക്കെ ഇട്ടിരുന്നു. ഹേടാപ്പി പിന്നെ ഈ ചോറിന് എരിവാന്ന് പറഞ്ഞിട്ട്, ചോറിനും കറിക്കൊക്കെ എരിവാന്ന് പറഞ്ഞിട്ട് ഹേടാപ്പി ഗീ റൈസാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പക്ഷേ ഇവൻ എൻ്റെ പപ്പടമൊക്കെ ഇസ്ക്കി കഴിക്കുന്ന കേട്ടോ കാണുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു മുട്ടയുണ്ട്, എൻ്റെ മീൻ വറുത്തതുണ്ട്, തൈരുണ്ട്, ചമ്മന്തിയുണ്ട്, പിന്നെ ഒരു കൂട്ടുകറി, അച്ചാർ, പിന്നെ മീനൊക്കെ ഇട്ട് ഇളക്കിയ മീൻചാറൊക്കെ ഇട്ട് ഇളക്കിയിട്ട് ചോറ്. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ച് നോക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ ഹാങ്ങിങ് ഗാർഡൻ എത്തി. ഹെലമോളാണെങ്കിൽ ഒരു അമ്മയുടെ ദേഹത്ത് കൊള്ളല്ലോ കൊട. ഞങ്ങളുടെ സജിമാമൻ വരുന്നു. കൊടയൊക്കെ നോർത്ത് പിടിച്ചാണ് ഹെലമോള് പോകുന്നത്. അങ്ങനെ ഇതാണ്ട ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോകണം കേട്ടോ. എന്ത് രസമാണോ വെള്ളച്ചാട്ടം കാണാൻ. അങ്ങനെ ഇതേണ്ടേ ഞങ്ങളെല്ലാവരും കൂടെ ഗേറ്റിനകത്തോട് അകത്തോട്ട് കയറി പാസ്സൊക്കെ എടുത്തു. നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടി. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നമുക്ക് ഫുഡുകളും കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ മുന്നേ പറഞ്ഞേ വേണ്ടേ. ഹേടാപ്പി സ്കേറ്റിങ്ങിന് പോകാനായിട്ട് തുടങ്ങുവാണ്. ഇതേണ്ട ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ട്രെയിൻ പോകുന്നു. വേണ്ടോ ഇപ്പോൾ ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല, പക്ഷെ വലിയ ചൂടൊന്നുമില്ല കേട്ടോ. നല്ല ക്ലൈമറ്റാണ്. ഇതൊരു നടയാണ് കേട്ടോ. ഇതിങ്ങനെ നട കയറി 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 നമുക്ക് മുകളിലെത്താം. അതിനുശേഷം താഴേക്ക് വരാം. എക്സസൈസൊക്കെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ വരാം. അങ്ങനെ ഹേടാപ്പി സ്കേറ്റിങ്ങിന് പോകാൻ തുടങ്ങുവാണ് കേട്ടോ. എൻ്റെ അമ്മയെ സൂമിയും കൂടി ഇരിക്കുന്നു. എന്താ ഹേടാപ്പിക്ക് കാലയിലും കയ്യിലും ഒക്കെ ഇതൊക്കെ കെട്ടിക്കൊടുക്കുക അടിച്ചു വീഴാതിരിക്കേണ്ടിട്ട്. സജ്മാമ പോയി. സജ്മാമൻ്റെ ടൂഷോട്ട് നോക്കുക. സജ്മാമ എൻ്റെ എലുമോണാണ് കൊടയൊക്കെ ചൂടിയിരിക്കുന്നുണ്ടോ. വണ്ടിയിൽ നിന്നെടുത്ത കൊടയാണ് കേട്ടോ. അതെ അങ്ങനത്തെ സുന്ദരി ഇരിപ്പുണ്ട്. അതെ കൊടയൊക്കെ ചൂടി പിങ്ക് പിങ്ക് കൊട നമ്മുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. സ്കൂളിൽ പോയപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ച ഇതേ പോകണു സജിമാമൻ്റെ കൂടെ. അങ്ങനെ ഹെയ്ഡാപ്പി ഓൾമോസ്റ്റ് സെറ്റായി. അത് ഇടിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരിക്കും അപ്പം. റിസ്റ്റിൻ്റെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നോ പ്രോബ്ലം. നോട്ട് ലൈക്ക് ദാറ്റ്. തിരിച്ച് ഫിംഗർ വരണം അപ്പം അവിടെ. ഓൾമോസ്റ്റ് ഹെയ്ഡാപ്പി സെറ്റായി ഇതിലായിട്ട്. ഹെൽമോൾ ഇതാ കൊടയൊക്കെ ചൂടി ഇതേ പോണു. കേട്ടോ വരണ സുന്ദരിയായിട്ട്. നടന്നു വരുന്നു കൊടയൊക്കെ ചൂടി. അങ്ങനെ സ്കേറ്റിംഗ് സെറ്റ് ചെയ്യുവാണ്.
ഇതൊക്കെ സെറ്റായി അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങോട്ട്. ഇതാ പോണു. ഇതാ വരണോ. ഏതിനകത്ത് നിങ്ങൾ എടുത്താ കുഴപ്പമില്ല, ഇച്ചോക്കെ ഇല്ല, കുഴപ്പമില്ല ഫസ്മാമ, കുഴപ്പമില്ല, കയറിപ്പോ. ഇല്ല അവൻ കയറിപ്പോ. വാടാ. ഓക്കെ, വെരി ഗുഡ്. ഉണ്ടാക്കി
ഇവിടെ അവസാനിക്കുവാണ്. ആക്ച്വലി ഞങ്ങൾ ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാൻ പോകും. ഓൾമോസ്റ്റ് 8:45 ഇവിടെ സമയം. അപ്പം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഡിന്നർ കഴിക്കുന്ന വീഡിയോസൊന്നും ഞങ്ങൾ ഇടുന്നില്ല, കാരണം ഞങ്ങൾക്ക് അതിനുള്ള ജീവനില്ല. രാവിലെ തുടങ്ങി ഞാൻ ഷൂട്ടിങ് തുടങ്ങിയതാണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ. അപ്പം ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ, ടേക്ക് കെയർ ഓൾ.